ഹായ് ഗൈസ്, ഇന്ന് നമ്മളുള്ളത് മസ്കറ്റിലെ ഫഞ്ച ഹെറിറ്റേജിലാണ് കേട്ടോ. നമ്മൾ ഫഞ്ച ലൊക്കേഷൻ എത്തിയപ്പോൾ തന്നെ നമ്മൾ തൊട്ടടുത്ത് നമ്മൾ പാർക്കിംഗ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. അത് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണ്ട് കാലങ്ങളിൽ ഇവർ താമസിച്ചിരുന്ന വീടും അതേപോലെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. തൊട്ട് താഴെ ഉണ്ടല്ലോ വലിയ വാതിയൊക്കെ വരുന്ന ആ ഒരു ഭാഗവും, പിന്നെ മാത്രമല്ല പുറകെ ഇപ്പം ഈ തെങ്ങും തോപ്പൊക്കെ നിൽക്കുന്നത് പോലെ ഇങ്ങനെ പനകൾ നിൽക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മൾ താഴോട്ട് പോയില്ല. എന്തായാലും നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് താഴോട്ട് പോയിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് ഇവരുടെ പണ്ട് കാലത്ത് ഇവർ നിർമ്മിച്ച കളിമണ്ണ് കൊണ്ടുള്ള ഒരു വീടാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു, ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ മാറ്റം വന്നല്ലോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, വീട് ആ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയി വീഡിയോ എടുക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും നല്ലൊരു ഭംഗിയുണ്ട്. ആ ജനലയുടെ ഉള്ളിലേക്കോടൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയും കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഹെറിറ്റേജിൻ്റെ പുറത്താണ് കേട്ടോ, അതായത് കാർ പാർക്കിംഗ് ചെയ്തതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഭാഗമാണ് കേട്ടോ ഇത്. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോ എടുക്കാനൊക്കെ പോയി നല്ലൊരു ഭംഗി നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഹെറിറ്റേജിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇവിടെ നമ്മൾ എൻട്രൻസ് ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഓരോ കുട്ടികൾക്കും വലിയവർക്കായാലും ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് പുറമെ ഇവരുടെ കഫേകൾ, പിന്നെ മ്യൂസിയം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ നടന്ന് കാണാനും ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഇവരുടെ തന്നെ ഒരുപാട് മ്യൂസിയത്തിൽ തന്നെ ഇവർ പണ്ടത്തെ ജീവിച്ചിരുന്ന, അതായത് ഇവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഷോ ആയിട്ട് വെക്കുന്നുണ്ട് ഇവർ. അതാണ് മ്യൂസിയത്തിൽ കൂടുതലും കാണുന്നത്. ആടിനെ കാണാൻ കണ്ടോ, ഇതാണ് ആട്. കണ്ടോ, പലതരം വ്യത്യസ്ത കളറിലുള്ള കൊമ്പും ഷേപ്പൊക്കെ ഉള്ള കൊമ്പ്. ഇതേ മയില് പ്രാവ് ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഹെറിറ്റേജിൻ്റെ ഉള്ളിലോട്ട് കടന്നിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് ഓരോ ഭാഗത്തും അവർ ഓരോ സ്റ്റൈലിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ ഫോട്ടോസ് വീഡിയോസ് എടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ ഓല കൊണ്ട് ചെയ്തിട്ടായാലും അത് ആ എൻട്രി ഓരോ സ്പോട്ടിലേക്ക് കടന്നു വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ അത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഈ സ്പോട്ടിലൂടെയൊക്കെ നമ്മൾ നടന്നിട്ട് അവസാനം നമ്മൾ ചെന്നെത്തുന്നത് വാതിയുടെ ഒരു വ്യൂ ആണ് കേട്ടോ. അത് ഇതിൽ കാണിച്ചു തരാം. അതൊരു ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു ഭാഗം തന്നെയാണ് കേട്ടോ. പിന്നെ ഓരോ ഭാഗത്തായാലും അവർ അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക, നല്ലൊരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഡ്രൈവർ പേര് സ്പൾബർ. വീട് എവിടെയെന്ന് കാണിച്ചപ്പോ ദൂരയിലേക്ക് കൈനീട്ടി കാണിച്ചു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ആയിട്ടുള്ളത്, ഇവിടുത്തെ ആ ഒരു വ്യൂ പോയിൻ്റിൽ നിന്ന് താഴെ നോക്കുമ്പോണ്ടല്ലോ ശരിക്കും നമ്മുടെ നാട്ടിലത്തെ പോലെയാണ് കേട്ടോ. വാഴയും അതേപോലെ കൃഷിയും കാര്യങ്ങളും തോപ്പും ഒക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളെ നാട്ടിലുള്ള അതേ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മൾ നടന്ന് വന്നിട്ട് നേരെ ചെന്നെത്തുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു വാതിയിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. ഇത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. മസ്കറ്റിലുള്ളവരാണെങ്കിൽ ഇത് ഒരിക്കലും മിസ് ചെയ്യരുതോ, അത്രയും ഭംഗിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. ഹെറിറ്റേജിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനും അതുപോലെ കുട്ടികൾക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ കൂടിയിട്ട് നമ്മളൊരു സ്പോട്ടിലേക്ക് പോയൊരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം കുറച്ചൊരു വാതി ആ ഒരു കണ്ടാവോ, ഈ ഒരു ഇത്ര ഒരു വാതി ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ കളിക്കാനായാലും നല്ലൊരു ആ ഒരു അത്രയ്ക്കും വെള്ളം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു ഏരിയയും കൂടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത്.
വെള്ളത്തിലിറങ്ങുമ്പോൾ കുട്ടികളെ സമ്മതിക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് തന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല, അത്രയും തണുപ്പായിരുന്നു. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത്. പിന്നെ വെള്ളത്തിലിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ അവർ തണുപ്പും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് പോയത്. ഭയങ്കര എന്താ പറയുക, ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു വെള്ളത്തിലിറങ്ങണ്ട, കാരണം ആ ഒരു സമയത്ത് നല്ല തണുപ്പായിരുന്നു അവിടെ. പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടില്ലല്ലോ, വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ ലോകത്തേക്ക് പോകും. കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് എല്ലാ പിള്ളേരും അതായിട്ടാ. കിയാര ബേബി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. സ്മോൾ ബേബി എന്ന് പറയുന്നത് കിയാര ബേബി ആയിരുന്നു. അതുവരെ വെള്ളത്തിൽ ആ ഒരു തണുപ്പത്ത് കിട്ടുന്ന തുള്ളി ചാടായിരുന്നു. പിന്നെ വെള്ളത്തിൽ ഇറങ്ങി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമ്മൾ ആ ബോഡിയായിട്ട് അത് ഓക്കെ ആവും. പക്ഷേ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, വിറച്ചിട്ട്, ആ ഒരു ഭാഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് വരെ പറ്റുന്നുണ്ടായില്ല. അപ്പം പിന്നെ വെള്ളത്തിലിറങ്ങിയാലുള്ള ഒരവസ്ഥ ആലോചിച്ചൊക്കെ വേണ്ടെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാണ്, പക്ഷെ സമ്മതിക്കും. പിന്നെ എല്ലാവരും ഇറങ്ങി, കുട്ടികൾ കുഞ്ഞ് കിയാര ബേബി അടക്കം ഇറങ്ങി. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ. ഓക്കെ, ബൈ ബൈ.